ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്റ്റൈലിലുള്ളൊരു അവിയലാട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ, കൂടുതൽ പച്ചക്കറിയൊന്നുമില്ല, കുറച്ച് പച്ചക്കറികളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേനക്കഷ്ണം, 2 വാഴയ്ക്ക, ഒരു കിഴങ്ങ്, ഒരു വഴുതനങ്ങ, മുരിങ്ങാക്കോൽ, ഇതെല്ലാം ചെത്തി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞും കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ശകലം മുളകും പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു പേരിന് മാത്രം. ഇനി നമുക്കിതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അവിയലുണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ. ഇതെല്ലായിടത്തും ഒന്ന് എത്തേണ്ട, ഈ മഞ്ഞളും മുളകും വെളിച്ചെണ്ണയെല്ലാം എല്ലായിടത്തും ഒന്ന് എത്തണം. ഇനി നമുക്കിതൊന്ന് ഒരു ഇല വെച്ച് വേണം കേട്ടോ മൂടി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ശകലം വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ അവിയൽ കഷ്ണങ്ങൾ വേകണമല്ലോ, വെന്തില്ലെങ്കിൽ പിന്നെ ഒരു സുഖം. ഒത്തിരി വേകണ്ട, അത്യാവശ്യത്തിന് വേകണം, കടിക്കാൻ വേണം. ഇനി നമുക്കിതൊന്ന് ഇല വെച്ചൊന്ന് മൂടി കൊടുക്കാം കേട്ടോ. ഞാനിത് ഇലയൊക്കെ വെച്ചൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. പ്രത്യേക ഒരു സ്മെല്ലാട്ടോ, ഈ ഇലയൊക്കെ മൂടി നല്ല ആവി വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അവിയലിന്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അടുപ്പയിലൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് അടുപ്പയിൽ വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറേൻ്റെ മുന്നിൽ വരുന്നത്, അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, സാധാരണ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന അതേപോലെ തന്നെ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ, മഞ്ഞൾ, ജീരകം, ചെറിയുള്ളി, പച്ചമുളക് ഇതുണ്ട്. അപ്പോൾ നമ്മളുടെ അവിയൽ ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. നല്ല ആവിയുണ്ട്, എന്തോ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ ഇത്. അപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അത് കുഴഞ്ഞു പോകും. നമുക്ക് ആ പച്ചമുളകും ജീരകവും ചെറിയുള്ളിയെല്ലാം ചതച്ചെടുത്തതുണ്ട്. ആദ്യം ഇതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെയും ഈ ഇല വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലേ ചെയ്യാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം, തേങ്ങ മാത്രമാണ് കേട്ടോ. ഇനി നമുക്കതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് പിന്നെ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ തേങ്ങ ഒതുക്കിയതാട്ടോ, ചതച്ചെടുക്കാവുള്ളൂ. അതും ഇതിനകത്തേക്കിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് അവിയലുണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളുടെ അവിയൽ ഇവിടെ റെഡിയായി. ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി നമ്മൾ കുത്തി ഉടയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ തയ്യാറായി.